നമസ്കാരം. വടക്കാഞ്ചേരി ആസ്ഥാനമായുള്ള സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരിയിൽ നടത്തിയ എഴുത്തുകാരുടെ സംഗമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും എഴുത്തുകാരുടെ സംഗമത്തിലേക്ക് സ്വാഗതം. 2024 ആഗസ്റ്റ് 25 ഞായറാഴ്ച പകൽ 3:30 മണിയോടെ വടക്കാഞ്ചേരി മേഖലയിലെ എഴുത്തുകാർ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയിൽ ഒത്തുചേർന്നു. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തെക്കുകര പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ നിവാസികളായ എഴുത്തുകാരായിരുന്നു സംഗമത്തിലെത്തിയവർ. വന്നു ചേർന്ന സർഗപ്രതിഭകൾ സ്വയം പരിചയപ്പെടുത്തുകയും തങ്ങളുടെ കൃതികൾ മറ്റ് എഴുത്തുകാർക്ക് പരിചയപ്പെടുത്തുകയും എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മേഖലയിൽ 30ഓളം എഴുത്തുകാരുണ്ടെങ്കിലും തങ്ങളുടെ നിയന്ത്രണങ്ങൾക്കും അതീതമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നതിനാൽ കുറേയേറെ പേർക്ക് സംഗമത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് ശേഷം 3:30 മണിക്ക് തുടക്കം കുറിച്ച സംഗമം 6:15 മണി വരെയും തുടരുകയായിരുന്നു. ആദര ശുശ്രൂഷകനായ ഡോക്ടർ, PhD ഡോക്ടർ, അഭിഭാഷകൻ, അധ്യാപകർ, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ജോലിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. 15 വയസ്സുകാർ മുതൽ 80-ലെത്തിയ എഴുത്തുകാരും സംഗമത്തിൽ പങ്കാളികളായിരുന്നു. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ പ്രസിഡന്റ് ജോസഫ് പൂമലയുടെ അധ്യക്ഷതയിലായിരുന്നു സംഗമം നടന്നത്. കവിയും നോവലിസ്റ്റുമായ VG തമ്പിയായിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്തത്. VG തമ്പി തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്നും വിരമിച്ച മലയാളം അധ്യാപകനാണ്. തച്ചനറിയാത്ത മരം, നഗ്നൻ എന്നീ കാവ്യ സമാഹാരങ്ങളുടെ രചയിതാവാണ് VG തമ്പി. യൂറോപ്പ് ആത്മചിഹ്നങ്ങൾ എന്ന VG തമ്പിയുടെ യാത്രാവിവരണത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുകയുണ്ടായി. ഇതം പാരമിതം എന്ന VG തമ്പിയുടെ നോവൽ ഇതിനോടകം 3-ാം പതിപ്പിലെത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ വാക്പ്രയോഗങ്ങൾ കൊണ്ടും വ്യതിരക്തമായ രചനാരീതി കൊണ്ടും ഈ നോവൽ ശ്രദ്ധേയമായിട്ടുണ്ട്. എഴുത്തിനെയും എഴുത്ത് ജീവിതത്തെയും എഴുത്തനുഭവത്തെയും കുറിച്ചുള്ള VG തമ്പിയുടെ ഉദ്ഘാടന പ്രസംഗം വിജ്ഞാനപ്രദമായിരുന്നു. VG തമ്പിയുടെ പ്രസംഗം സരളവും ലളിതവുമായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനു ശേഷം 2 മണിക്കൂർ നേരം മൈക്ക് എഴുത്തുകാരുടെ കൈകളിലേക്ക് 3 വട്ടം കൈമാറിക്കൊണ്ടിരുന്നു. 1-ാം റൗണ്ടിൽ എഴുത്തുകാർ വ്യക്തിപരമായ പരിചയപ്പെടുത്തൽ നടത്തി. 2-ാം റൗണ്ടിൽ തങ്ങളുടെ കൃതികളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി. 3-ാം റൗണ്ടിൽ എഴുത്തനുഭവങ്ങൾ പരസ്പരം പങ്കുവച്ചു. കണിയാർക്കളിയുടെ സാംസ്കാരിക വിനിമയം എന്ന ഗ്രന്ഥം രചിച്ച ഡോക്ടർ M ജ്യോതിയാണ് ആദ്യം എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചത്. ഭീഷകരനും 13 കൃതികളുടെ രചയിതാവുമായ ഡോക്ടർ P സജീവ് കുമാർ എഴുതാൻ ഹേതുവായ കാര്യങ്ങൾ വിവരിച്ചു. 13 കൃതികളുടെ സൃഷ്ടികർത്താവായ P രഘുനാഥ് തൻ്റെ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ എഴുതാൻ സമയം എങ്ങനെ കണ്ടെത്തുന്നുവെന്ന കാര്യം പങ്കുവച്ചു. റിട്ടയേർഡ് പോലീസ് ഓഫീസറും കവിയുമായ ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക തൻ്റെ കവിതയെഴുത്തിന് കാരണമായത് പരിസ്ഥിതി സംരക്ഷണ മനസ്സും സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള പ്രതികരണവുമാണെന്ന് പറഞ്ഞു. ചെമ്പകമണമുള്ള കാറ്റ് എന്ന നോവൽ രചിച്ച അജിത് കുമാർ വട്ടേക്കാട് എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. 2 കഥാസമാഹാരങ്ങളുടെ രചയിതാവും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഗായത്രി ഗോപകുമാർ ചെറുപ്രായം മുതൽ തനിക്ക് അക്ഷരങ്ങളോട് തോന്നിയ ആദരവ് അനാവരണം ചെയ്തു. നീഹാരികയുടെ നീലജാലകം എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവായ മിനിനാഥൻ ചർച്ചയിൽ സജീവമായി തന്നെ പങ്കെടുത്തു. 20 പുസ്തകങ്ങൾ രചിച്ച അധ്യാപകൻ കൂടിയായിരുന്ന രവി കുറ്റിപ്പുഴ തൻ്റെ കൃതികളിലൂടെ ഹ്രസ്വസഞ്ചാരം നടത്തി. 4 പുസ്തകങ്ങളുടെ രചയിതാവായ അഡ്വക്കേറ്റ് MP ശ്രീകൃഷ്ണൻ തൻ്റെ ദേശമായ മച്ചാടിലെ ജീവിതാനുഭവങ്ങൾ രചനകൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായി എന്ന് വിവരിച്ചു. അമ്മയ്ക്കും ഭൂമിക്കും എന്ന കവിതാസമാഹാരത്തിൻ്റെ രചയിതാവും +1 വിദ്യാർത്ഥിയുമായ അനന്യ KC വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച
കവിത ആലപിച്ചപ്പോൾ അന്തരീക്ഷം ശോകം വിമൂകമായി. 2 രചനകളുടെ സൃഷ്ടികർത്താവും പത്രപ്രവർത്തകനുമായ വി മുരളി എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സമകാലിക സാഹിത്യ ചലനങ്ങൾ സ്പർശിക്കുകയുമുണ്ടായി. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച രവീന്ദ്രൻ നായർ എഴുതാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചു. 4 രചനകൾ നടത്തിയ PG പുതുരുത്തി തൻ്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു. 2 നോവലുകൾ രചിച്ച വിശ്വംഭരൻ മുണ്ടത്തിക്കോട് രചനാരീതികൾ വിശദീകരിച്ചു. 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച മിണാളൂർ രവീന്ദ്രനാഥ് എഴുത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ വഴികളെക്കുറിച്ച് സ്പർശിച്ചുകൊണ്ട് എഴുത്തനുഭവങ്ങളിലൂടെ കടന്നുപോയി. അസമത്വബന്ധിതമായ സാമൂഹിക സാഹചര്യങ്ങളാണ് തൻ്റെ രചനകൾക്ക് നിദാനമായതെന്ന് 2 കവിതാസമാഹാരങ്ങളുടെ രചയിതാവായ സിൽക്ക് നഗർ കൃഷ്ണൻകുട്ടി പറയുകയുണ്ടായി. കാവ്യദളം എന്ന പുസ്തകം രചിച്ച ദേവിക കൃഷ്ണകുമാറിൻ്റെ കവിതാലാപനവും ഭക്തിഗാനാലാപനവും പങ്കെടുത്ത എഴുത്തുകാരുടെ മനസ്സിനെ ആർദ്രമാക്കി. സെബാസ്റ്റ്യൻ ജോസഫിൻ്റെ സ്വാഗത പ്രസംഗത്തോടെയായിരുന്നു ഔപചാരികമായി സംഗമം സമാരംഭിച്ചത്. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദി സെക്രട്ടറി KV മോഹൻദാസിൻ്റെ നന്ദി പറച്ചിലോടെ സംഗമം സമാപ്തിയിലായി.